ഹായ് കൂട്ടുകാരെ, ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ച സമയത്ത് നമ്മൾ കടകളിലൊക്കെ സാമ്പിൾ കൊണ്ട് കൊടുത്തുല്ലോ. അങ്ങനെ നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയത് ഒരു 45 കിലോ ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ചോക്ലേറ്റ് ഉണ്ടാക്കിയതിൻ്റെയും അത് കടകളിൽ എത്തിച്ചതിൻ്റെയും അതിൽ നിന്ന് നമ്മൾ പഠിച്ച കുറേ പാഠങ്ങളും അതിൽ നിന്ന് ഞങ്ങളുടെ ചോക്ലേറ്റിന് വരുത്തിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഓർഡർ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ 45 കിലോ ഒക്കെ കിട്ടുന്നു കേട്ടോ. നമ്മുടെ 5 കിലോ അല്ലെങ്കിൽ 6 കിലോ അങ്ങനെയൊക്കെയാണ്. 3 ഫ്ലേവറാണ് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു കോഫി ഫ്ലേവറും പിന്നെ പിസ്ത സ്ട്രോബെറി, അങ്ങനെ 3 ചോക്ലേറ്റാണ് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ആ കൊടുത്ത ആ ഒരു ചോക്ലേറ്റ് നമ്മളിങ്ങനെ സാമ്പിൾ കൊടുത്തപ്പോൾ ഒരു കടക്കാരെ നമുക്ക് 45 കിലോ ഓർഡർ തന്നു. അതായത് 15, 15, 15 അങ്ങനെ 3 ഫ്ലേവറും 15, 15 കിലോ വെച്ചിട്ട് ടോട്ടല് 45 കിലോയുടെ ഓർഡറാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ട് നമ്മളൊരു സംഭവം തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി ഓർഡർ കിട്ടിയപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. വൈകുന്നേരം ഒരു 7 മണി സമയത്തൊക്കെയാണ് ഇങ്ങനെ ഓർഡർ ഉണ്ട്, നമുക്ക് കൊടുക്കണം, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം, എപ്പോഴാവണേന്ന് വെച്ചാൽ കൊടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പോൾ ആദ്യത്തെ ഒരു ഓർഡർ ആയതുകൊണ്ട് ഞങ്ങൾ രാത്രി മുഴുവൻ നിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. പുലർച്ചെ ഒരു 3 മണി വരെ, രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ട് പുലർച്ചെ ഒരു 3 മണി വരെ നമ്മൾ ആദ്യത്തെ ഒരു 15 കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടി നിന്നിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. പിള്ളേരൊക്കെ കിടന്നു ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ഓർഡറും കൂടിയല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 15 കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കി. 3 ഫ്ലേവറിനും നമുക്ക് മോൾഡുകൾ കഴുകി ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത ഫ്ലേവർ, ഓരോ ഫ്ലേവർ ഉണ്ടാക്കിയിട്ട് മോൾഡ് ഉണങ്ങി കഴുകി ഉണക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നമ്മൾ തുടക്കമായതുകൊണ്ട് തന്നെ ഓരോ ഫ്ലേവറിനും ഉള്ള മോൾഡുകളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മോൾഡുകൾ വാങ്ങിച്ചു. അതിപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡുകളെ നമ്മുടെ അടുത്തുള്ളൂ. അത് ഒരു ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു ഫ്ലേവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി ഉണങ്ങി വന്നിട്ട് വേണം നമുക്ക് അടുത്തൊരു ഫ്ലേവർ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പുലർച്ചെ വരെ നിന്നത്. കാരണം ആ ഒരു 15 കിലോ ഉണ്ടാക്കി അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് പോയി. ഇന്ന് വൈകിട്ട് ഉണ്ടാക്കിയാൽ നാളെയാണ് നമ്മൾ പാക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഞാൻ എണീറ്റ് അടുക്കളയിൽ നമ്മുടെ കാലത്തെ പരിപാടികൾ കഴിഞ്ഞ് ആ മോൾഡുകളൊക്കെ കൊണ്ട് കഴുകി വെച്ചിട്ട് ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഇത് ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്ലാൻ. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. അങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മൾ ഇരിക്കണത് കേട്ടോ. അങ്ങനെ പുലർച്ചെ വരെ നമ്മൾ ഉണ്ടാക്കി അതൊക്കെ ഇങ്ങനെ ഒരു ബേസനിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് 15 കിലോ ചോക്ലേറ്റ്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി പിറ്റേ ദിവസം മോൾഡുകളൊക്കെ കഴുകി വെച്ചിട്ട് ഞങ്ങൾ പാക്ക് ചെയ്യാനിരുന്നപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായത്. 1 കിലോയിൽ ഏകദേശം 95-100 എണ്ണം വരെ വരും കേട്ടോ 1 കിലോയിൽ. അങ്ങനെ നമ്മൾ 45 കിലോ ചോക്ലേറ്റ് ആണ് പൊതിയാനായിട്ട് പോണത്. അങ്ങനെ രാവോട് പകലോടെന്ന് പറയണ പോലെ ഞാനും ഹസ്ബൻഡും മക്കളും ഒക്കെ കൂടി ഇരുന്ന് എനിക്ക് ഒരാഴ്ചയിലും കൂടുതൽ എടുത്തു എന്ന് തോന്നുന്നു. ഒരു 45 കിലോ ഉണ്ടാക്കി. അതിൽ ആദ്യം നമ്മൾ 2 പാക്കിംഗ് ആയിരുന്നു. ഞാൻ ആദ്യം പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പാക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ആദ്യം ഞാനിങ്ങനെ ഫോയിലിൽ പൊതിഞ്ഞ് ഇങ്ങനെ നല്ല ഭംഗിയാക്കി പൊതിഞ്ഞൊക്കെ അത് അവിടെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ ഇങ്ങനെ വെച്ച് ആ കളറിലുള്ള ഇത് വെച്ചിട്ട് ടൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യാം. നമ്മളിത് കാണുമ്പോൾ ഭയങ്കര ഈസിയാണ്. നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഓൾതിങ്ങനെ ടൈ ചെയ്യല്ലേ വേണ്ടോന്ന് വിചാരിക്കും. പക്ഷെ അത് ചെയ്ത് നോക്കണം. 1 എണ്ണമല്ല, 2 എണ്ണമല്ല, 10 എണ്ണമല്ല, 100 എണ്ണമല്ല, 15 കിലോ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒരു പരുവായി. നമ്മുടെ ഈ കയ്യിൻ്റെ തുമ്പൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ടോ. ഇതിങ്ങനെ തിരിപ്പിക്കുമ്പോഴും ഇങ്ങനെ പിടിച്ചിട്ടും ഒക്കെ നല്ല പാടായിരുന്നു കേട്ടോ. കാണുന്ന ഒരു സുഖം ഈ സംഭവത്തിന് ഇല്ല. ഇങ്ങനെ ബോൾ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കെട്ടാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ 45 കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കി നമ്മൾ കടയിൽ കൊടുത്തു. ഒരാഴ്ചയിലും കൂടുതൽ ഞങ്ങൾ 4 ആളും കൂടി, അവർ സ്കൂളില്ലാത്ത സമയത്ത്, സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ അവർ സഹായിക്കാനായിട്ടിരിക്കും. ഞാനും പപ്പയും ഫുൾ ടൈം എന്ന് പറയുമ്പോൾ ഇരുന്നിട്ടാണ് നമ്മൾ ഈ 45 കിലോ ചോക്ലേറ്റ് കൊടുത്തത്. അത് കൊടുത്തതോടുകൂടി ഞങ്ങൾ തീരുമാനിച്ചു പാക്കിങ് മാറ്റണം. അല്ല, ഇതേ പാക്കിങ് തന്നെയാണെങ്കിൽ പണിക്ക് ആളെ വെക്കണം. അല്ലാണ്ട് നമ്മളെ കൊണ്ട് ഇത് ഉണ്ടാക്കലും പാക്ക് ചെയ്യലും ഒക്കെ കൂടി നടക്കില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര ഓർഡർ കിട്ടും എന്നുള്ളത്. അങ്ങനെ ആ ഓർഡർ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളതങ്ങ് കൊടുത്തു തീർത്തു. ഇത് കൊടുത്തു. അന്ന് നമ്മൾ ഇങ്ങനെ കെട്ടുന്ന പരിപാടിയാണല്ലോ. അത് കെട്ടി ഇങ്ങനെ 2 കിലോൻ്റെ ഒക്കെ 1 കിലോൻ്റെ 2 കിലോൻ്റെ ഒക്കെ പാക്കാക്കി നമ്മൾ കടകളിൽ എത്തിച്ചു. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു അടുത്ത ഓർഡർ ആകുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് തന്നെ പറ്റില്ല, പണിക്ക് ആളെ വെക്കണം, അല്ലെങ്കിൽ പാക്കിങ് ചേഞ്ച് ആക്കണം എന്ന് കേട്ടോ. അങ്ങനെ പണിക്ക് ആളെ വെക്കണതിനെ പറ്റി നമ്മൾ കുറേ നോക്കിയപ്പം ഞങ്ങൾ ഈ ഒരു
ഞങ്ങൾ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് തുടങ്ങിയത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. അപ്പം നമ്മുടെ അടുക്കളയിൽ നമ്മുടെയൊക്കെ ഒരു പണിക്കാരെ പുറത്തുനിന്ന് ഒരാളെ വെക്കാനുള്ള ആ ഒരു സൗകര്യം ഇല്ല നമുക്ക്. നമ്മുടെ അടുക്കളയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിന് പരിമിതികളുണ്ട്. ഞാനും ഹസ്ബൻഡും മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് ഒരാളെ വെക്കുമ്പോൾ അവരെ വെക്കാനുള്ള ആ ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു വാടകയ്ക്കൊക്കെ, ഇവിടെയൊക്കെ അറിയാമല്ലോ, ഒരു ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാടകയ്ക്കൊക്കെ സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പൊ ഈ വാടകയൊക്കെ കിട്ടുന്ന സമയത്ത് വാടകയ്ക്കൊക്കെ സ്ഥലം എടുത്ത് പണിക്കാരെ വെച്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങോട്ട് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാതെ നമുക്ക് പാക്കിങ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അങ്ങനെ അന്വേഷിച്ചു. ഗൂഗിളിൽ കുറേ തിരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഒരു ബോക്സ് ടൈപ്പിൽ, ഒരു പണ്ടത്തെ കിറ്റ്കാറ്റ് പോലെയുള്ള ബോക്സ് ടൈപ്പിലുള്ള ഒരു പാക്കിംഗ് കണ്ടത്. ഗൂഗിളിൽ കണ്ടതാണ്. അതെങ്ങനെയാണ് എന്നുള്ള ഈ തീപ്പെട്ടിക്കൂട് പോലെ ഇരിക്കുന്ന ഈ ഒരു സംഭവം, ഈ തീപ്പെട്ടിക്കൂട് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു പിന്നത്തെ പണിട്ടോ. വെറുതെ അന്വേഷിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ പോരാ, ആള് അത് അലഞ്ഞ് തിരിഞ്ഞ് ഗതി കെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രക്ഷയില്ല അങ്ങനെ ഒരു പാക്കിംഗ് കിട്ടാൻ. പിന്നെ പല പാക്കിങ്ങും കണ്ണൂരൊക്കെ പോയി പല സ്ഥലങ്ങളിലും അവർ പാക്ക് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ മെറ്റീരിയൽസും പാക്കിംഗ് മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ കൊടുത്താൽ പാക്ക് ചെയ്ത് തരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി നമ്മൾ അന്വേഷിച്ച് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ ദൈവം നമ്മുടെ മുന്നിൽ നമ്മൾ ആഗ്രഹിച്ച അതേ പാക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് നടന്ന അതേ പാക്കിംഗ് നമ്മുടെ മുന്നിൽ എത്തിച്ചു തരികയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പാക്കിംഗ്. കണ്ടോ, ഉള്ളിലൊരു ഗോൾഡ് കവറിങ് ഉണ്ട്, അതിൻ്റെ പുറത്ത് ഇങ്ങനൊരു പാക്കിംഗ്. ഇത് നമ്മുടെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കിംഗ്. കാണുമ്പോൾ വിചാരിക്കും ഇത് പാക്ക് ചെയ്യാനാണ് ബുദ്ധിമുട്ട്, ഇങ്ങനെ തിരിപ്പിച്ച് കെട്ടാനായിട്ട് ഈസി ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഞങ്ങളത് ഈ 45 കിലോ കൊടുത്ത സമയത്ത് ഞങ്ങൾക്കത് ഒട്ടും ഈസി ആയിരുന്നില്ല. ആ സമയം ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഞങ്ങളിത് കണ്ട സ്ഥലത്തുനിന്ന് അവർ തന്നെ ഇത് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പം ഇതിനകത്ത് എംബസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ ഉള്ളിലെ ഈ ഗോൾഡ് വരുന്നത് കേട്ടോ. എംബസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതൊരു ബുക്ക് പോലെയാണ് വരുന്നത്. ഈ എംബസ് ഗോൾഡ് എന്ന് പറയുന്ന പേപ്പർ ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഒരു ബുക്ക് പോലെയാണ് വരുന്നത്. ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ A4 പേപ്പർ പോലെ ഷീറ്റാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബുക്ക് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ മുഴുവനായിട്ട് പൊളിക്കുന്നില്ലേ, കാരണം ഇതെടുത്താൽ പിന്നെ തിരിച്ചങ്ങനെ തന്നെ വെക്കാനായിട്ട് ഇച്ചിരി പാടാണ്. കണ്ടോ, ഒരു സൈഡ് ഗോൾഡാണ്, ഇതിൻ്റെ ഒരു സൈഡ് സിൽവറാണ് കേട്ടോ. ഇതൊരു 10-200 എണ്ണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ബുക്ക് പോലെയാണ് വരുന്നത്. കണ്ടോ, ഇത് ഞാൻ മുമ്പും എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഫോയിൽ പേപ്പർ തന്നെയാണ് സംഭവം. ഇതുപോലെ ഇങ്ങനെ ഷീറ്റായിട്ടാണ് കിട്ടുക. ഇതിങ്ങനെ ഈ വലിപ്പത്തിലുള്ള ഷീറ്റ് കേട്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ഷീറ്റ്. ഇത് നമ്മുടെ ചോക്ലേറ്റ് പൊതിയാനായിട്ട് എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് അളവ് നോക്കി നമ്മൾ സ്കെയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. കത്തര വെച്ചിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കും. ഇങ്ങനെ ബാക്ക് സൈഡിൽ സ്കെയിൽ വെച്ച് വരച്ചിട്ട് ഇങ്ങനെ ബോക്സ് ആയിട്ട് വരച്ചിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എംബസ് ഗോൾഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ ഇവിടെ സിറ്റി മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ബാംഗ്ലൂർ ഇവിടെ മാർക്കറ്റിൽ ഈ സിറ്റിയിൽ വാങ്ങിക്കാൻ കിട്ടും. ചില കടകളിലൊക്കെ എംബസ് ഗോൾഡ് ഉണ്ട്. ഇതിൻ്റെ തന്നെ സിൽവർ കിട്ടും, അതുപോലെ തന്നെ കോപ്പർ കിട്ടും. നമ്മൾ ഗോൾഡ് ചില സമയത്ത് നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഗോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പറും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഇതിന് വേണ്ടി അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ സംഭവം. പിന്നെ പുറത്ത് വരുന്നത് ഇതുപോലത്തെ സ്ലീവാണ് കേട്ടോ. ഞാൻ 1 കിലോ പാക്കിങ്ങിൻ്റെ പുറത്ത് ഒട്ടിക്കുന്ന സ്റ്റിക്കറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു സംഭവം എടുക്കാനായിട്ട് കിട്ടും. ഇതാ കണ്ടോ, ഇതിവിടെ ഗമ്മാണ്. അപ്പം നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ പുറത്ത് തന്നെ വേറെ ചോക്ലേറ്റ് സാമ്പിൾ കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കാണിക്കണത്. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിവിടെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിട്ടുപോരും. അപ്പം ഞങ്ങളിവിടെ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ചോക്ലേറ്റുകൾ വരുന്നത്. കണ്ടോ,
അപ്പോൾ ഇങ്ങനൊരു പാക്കിങ്ങിലാണ് നമ്മൾ അടുത്ത പാക്കിങ് കൊടുത്തത്. അടുത്ത ഓർഡർ കൊടുത്തത് നമ്മൾ ഇങ്ങനൊരു പാക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഈ 45 കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ വന്നത്. നമ്മുടെ ചോക്ലേറ്റിൻ്റെ കോഫി ഫ്ലേവർ നമ്മളങ്ങ് വേണ്ടാന്ന് വെച്ചു. കാരണം നമ്മൾ പിന്നീട് ചെല്ലുമ്പോൾ കഴിച്ചു നോക്കിയിട്ടുള്ളവർ അല്ലെങ്കിൽ ആ കടയിൽ നിന്ന് വാങ്ങിച്ചു പോയിട്ടുള്ളവരൊക്കെ അഭിപ്രായങ്ങൾ പറയുമല്ലോ. അപ്പോൾ ആ കോഫിയുടെ ഫ്ലേവർ അങ്ങോട്ട് നന്നായി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് അല്ല, കോഫി ചേർക്കുമ്പോൾ കോഫിയുടെ ഒരു ഇതാണെന്ന് അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും മധുരം കൂടുതലാണെന്ന് പറയും, അല്ലെങ്കിൽ കയ്പ്പ് കൂടുതലാണെന്ന് പറയും, അല്ലെങ്കിൽ പാലിൻ്റെ ഇത് വ്യത്യാസമുണ്ടെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഉള്ള റെസിപ്പിയിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ വരുത്തി. അങ്ങനെ നമ്മൾ ടേസ്റ്റിൽ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ചോക്ലേറ്റിൻ്റെ കോഫിയുടെ ആ ഒരു സംഭവം എടുത്തു കളഞ്ഞിട്ട് സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള നമ്മൾ ചോക്ലേറ്റ് ആക്കി. അത് മിൽക്കിൽ ഇതിൽ സ്ട്രോബെറിയിലും പിസ്തയിലും വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടി വന്നില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു റേഷ്യോയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുത്തേണ്ടി വന്നുള്ളൂ. അങ്ങനെ ഇതൊക്കെ വരുത്തി. ആ 45 കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കിയതിൽ നമ്മൾ പ്രാക്ടീസ് മേക്ക് ദം പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ 45 കിലോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്നും പഠിക്കാനായിട്ട് പറ്റിയത്. പഠിക്കുക മാത്രമല്ല, നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചത് ഈ ഒരു 45 കിലോ ചോക്ലേറ്റ് ഫസ്റ്റ് ഓർഡർ ഉണ്ടാക്കി കൊടുത്ത സമയത്താണ് കേട്ടോ. അതിൽ ഈ 45 കിലോ ചോക്ലേറ്റ് നമ്മൾ ഈ ഫസ്റ്റ് ഓർഡർ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ സിലിക്കോൺ മോൾഡ് തട്ടാനും ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാനും നമ്മൾ ബൾക്കായിട്ടുണ്ടാകും. 1 കിലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ ധാരാളം സ്ഥലം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇത്ര അധികം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് തട്ടാൻ പറ്റുന്നില്ല, ഫ്രിഡ്ജിൽ ഇങ്ങനെ മീതെ അടക്കി വെക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു ട്രേ വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണ ഇതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ, പിന്നെ അതിൻ്റെ മീതെ വെക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ സിലിക്കോൺ മോൾഡ് ഒഴിവാക്കിയിട്ട് പിന്നെ വാങ്ങിച്ചപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് മോൾഡാണ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അതുപോലെ തന്നെ തണുക്കാനായിട്ട് സമയം കുറച്ച് കുറവ് തോന്നിയിട്ടുള്ളത് പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ. സിലിക്കോൺ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും, പ്ലാസ്റ്റിക്കിനെ അപേക്ഷിച്ച് കുറച്ച് സമയം എടുക്കും സിലിക്കോണിൽ തണുത്ത് വരാനായിട്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ പഠിച്ചത് ചൂട് നമുക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴും രണ്ടാമത് മോൾഡ് ചെയ്യുന്ന വീഡിയോ പറഞ്ഞപ്പോഴും ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ചൂട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മോൾഡിലൊക്കെ ഒട്ടിപ്പിടിച്ച പോലെയാവും. ഇനി അടുത്ത തവണ നമ്മൾ വിചാരിക്കും അടുത്ത തവണ ചൂട് കുറയ്ക്കാമെന്ന് വിചാരിച്ച് ചൂട് കുറച്ചൊഴിച്ചാലും ഈ മോൾഡിൽ ഒട്ടിപ്പിടിച്ച ആ പാണ്ടും ആ ഇതൊക്കെ തിരിച്ച് ചൂട് കുറച്ചൊഴിച്ചാലും ഈ ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് പിടിക്കും. അങ്ങനെ ആകെ വൃത്തിയില്ലാതെയാണ് നമ്മുടെ ചോക്ലേറ്റ് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലായി കേട്ടോ. ആദ്യത്തെ ആ ഒരു ഇതിൽ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ കൂടുതൽ ചോക്ലേറ്റ് ഇങ്ങനെ മീതെ വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീസർ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം ഫ്രീസറിനേക്കാളും തണുപ്പ് കുറവായിരിക്കും അടിയിലെ ഭാഗങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടാനായിട്ട് എളുപ്പം. താഴെ വെച്ചാൽ ഒരുപാട് സമയം വെക്കേണ്ടി വരും. കാരണം നമ്മൾ മീതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കുമ്പോൾ അത് ഇത്രയും ഹൈറ്റിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇതിരിക്കുന്നത്. അതായത് ആ ഫ്രീസർ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എത്ര ഹൈറ്റാണോ ആ കള്ളി വരുന്നത് ആ ഒരു പാർട്ടിൽ നിറച്ചായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ തണുപ്പ് വന്നാലൊന്നും എല്ലാ ഭാഗത്തേക്കും ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും തണുപ്പ് കിട്ടാനും പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം ഇത് ആയി കിട്ടാനുമായിട്ട് ഫ്രീസറിൽ വെക്കുന്നതാണ് നല്ലത്. പക്ഷേ അതിലൊരുപാട് നേരം വെക്കാൻ പാടില്ല, അത് നോക്കണം. തണുപ്പായി ഡിമോൾഡ് ചെയ്യേണ്ട സമയം നോക്കി നിന്ന് നമ്മൾ ഡിമോൾഡ് ചെയ്യണം. കാരണം തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളം കുപ്പിയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ ഐസ് ആയിട്ടുള്ള ഒരു സംഭവം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ പോലെ വരില്ലേ, അതുപോലെ ഈ ചോക്ലേറ്റിൽ മുഴുവൻ വെള്ളമായിട്ട് വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം മുഴുവൻ ഡ്രൈ ആവാതെ പാക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഡ്രൈ ആവാനും ബുദ്ധിമുട്ടാണ്. ചോക്ലേറ്റിൽ പൂപ്പൽ വരാനും കേടുവരാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പ്രാവശ്യം കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ വീട്ടിലുള്ളവരോ നമുക്കറിയാവുന്നവരോ ആണെങ്കിൽ നമ്മളറിയാത്തവരായിരിക്കും കടകളിൽ വന്ന് വാങ്ങിക്കുന്നുണ്ടാവുക. അപ്പോൾ വില കുറച്ച് കൂടിയാലും ടേസ്റ്റോ അതിൻ്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഒന്നും ഒരു കുറവും വരുത്താനായിട്ട് പാടില്ല. അപ്പോൾ അവർ പറയുന്ന സജഷൻസ് നമ്മൾ എടുത്തിട്ട് അതിനനുസരിച്ച് നമ്മുടെ ചോക്ലേറ്റിൽ മാറ്റങ്ങൾ വരുത്തണം കേട്ടോ. അപ്പം അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ നിലവിലുള്ള 3 ഫ്ലേവർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിസ്ത, സ്ട്രോബെറി, പിന്നെ നമ്മൾ കൊടുക്കുന്നത് പ്രീമിയം ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അങ്ങനെ നമ്മൾ ഈ ഒരു പാക്കിങ്ങിൽ നമ്മുടെ ചോക്ലേറ്റ് കൊടുത്തു തുടങ്ങി. മറ്റൊരു കാര്യം കൂടി പഠിച്ചത്, നമ്മൾ ഈ ഡിമോൾഡ് ചെയ്യുന്നുണ്ടല്ലോ,
അപ്പോൾ ആദ്യത്തെ ഒരു 45 കിലോ നമ്മൾ ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ മോൾഡിൽ നിന്ന് ഈ വലിയ പ്ലാസ്റ്റിക് നമ്മുടെ വലിയ ബേസൻ ഉണ്ടല്ലോ, ആ ബേസനിലേക്ക് ഇങ്ങനെ 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 കുടഞ്ഞിടുമായിരുന്നു. അങ്ങനെ മീതെ ഇങ്ങനെ കുടഞ്ഞിട്ട് ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിടുമായിരുന്നു. പിന്നീട് നമുക്ക് ആദ്യത്തെ ഒരു ഇതുണ്ടാക്കിയപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ പുറത്ത് ഒരു ചോക്ലേറ്റ് ഇങ്ങനെ വന്ന് വീഴുമോ അല്ലെങ്കിൽ സൈഡിൽ തട്ടോ ഒരസൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ കോറല് വീണിട്ട് അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഗ്ലേസിങ്ങും ഒക്കെ പോവും. അങ്ങനെ നമ്മൾ ഒരു 15 കിലോ ചോക്ലേറ്റ് ഒരുമിച്ച് ഇങ്ങനെ മീതെ ഇടുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത പോലെ വരും. നമ്മൾ എത്ര നല്ല ഭംഗിയിൽ ഡിമോൾഡ് ചെയ്തെടുത്താലും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൽ വ്യത്യാസങ്ങൾ വരും. അപ്പം ഈ ഒരു പാക്കിങ് വന്നതിന് ശേഷമാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മോൾഡ് അല്ലെങ്കിൽ 2 മോൾഡ് ഡിമോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്നും ഇങ്ങനെ അടക്കി വെക്കണം. പാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ അടക്കി ബോക്സുകളിലാക്കി വെക്കണം. അപ്പം അങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഡെയിലി വ്ളോഗ്സ് കാണുന്നവർക്കറിയാം. എൻ്റെ ഇപ്പം അതൊന്ന് കാണിച്ചു തരാൻ എൻ്റെ ഇല്ല കേട്ടോ. ഇനി ഞാൻ വീഡിയോ ഇടുമ്പോൾ പറഞ്ഞുതരാം. ഇങ്ങനെ അടക്കിയാണ് വെക്കുക. ഇതിലൊരു പാക്കിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടക്കി വെക്കണമെന്നില്ല. കാരണം പിന്നെ അങ്ങോട്ടും തട്ടോ മുട്ടോ പാടോ ഒന്നും വരില്ല. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഡിമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റുകൾ ഇതുപോലെ ഇങ്ങനെ ബോക്സുകളിലാക്കി അടക്കി വെക്കണം. അതുപോലെ തന്നെ ഈ മോയ്സ്ചർ കണ്ടന്റ് പോകാനായിട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് മൂടി നമ്മളൊരു ബോക്സിലാക്കി കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ മൂടി വെച്ച് അടച്ചു വെക്കരുത്. നമ്മൾ നല്ലൊരു വെള്ള തുണി, നമ്മൾ ചോക്ലേറ്റിന് വേണ്ടി കുറച്ച് അധികം തുണികൾ വെച്ചിട്ടുണ്ട്, വെള്ള തുണികൾ വെച്ചിട്ടുണ്ട്. ആ തുണികൾ ഇട്ടിട്ട് ഇങ്ങനെ മൂടിയിടുകയാണ് വേണ്ടത് കേട്ടോ. നന്നായി എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കാതെ മൂടിയിടുക. അപ്പോൾ അത് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ പോയിട്ടുണ്ടാവും. നന്നായിട്ട് മോയ്സ്ചർ കണ്ടന്റ് പോവാതെ പാക്ക് ചെയ്യാനും പാടില്ല കേട്ടോ. പിന്നീട് നമുക്ക് കുറച്ച് കടകളൊക്കെ കിട്ടി. ചെറിയ വാങ്ങിക്കുന്നവരുണ്ട്. 3 കിലോ 3 ഓരോ കിലോ വെച്ചിട്ട് അല്ലെങ്കിൽ 2 കിലോ വെച്ചിട്ട് 6 കിലോ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന കടകളും പിന്നെ നമുക്ക് കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. 2 കടയുണ്ടായിരുന്നു. 2 കട എന്ന് പറയുമ്പോഴേ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ അടുത്തുള്ള ഒരു കടയിലാണെങ്കിലും അവർക്ക് ഇവിടെ ബാംഗ്ലൂരിൽ 3 കടയുണ്ട്. പിന്നെ കൊടുക്കുന്ന ഒരു കടക്കാർക്ക് ബാംഗ്ലൂർ ഒരു 3 കടയുണ്ട്. നാട്ടിലെ മലപ്പുറം, കോട്ടക്കല്, കോഴിക്കോട് അവിടെയൊക്കെ കടകളുണ്ട്. പോണ്ടിച്ചേരി ഒക്കെ കടകളുണ്ട്. അപ്പോൾ അവർ എല്ലായിടത്തേക്കും കൂടിയിട്ടാണ് നമ്മുടെ നിന്ന് ഓർഡർ എടുക്കുക. എല്ലാ സ്ഥലത്തും കുറച്ചായിട്ട് വെക്കാനായിട്ടാണ് ഓർഡർ എടുക്കുക. അപ്പോൾ നമുക്ക് അതിന് തരക്കേടില്ലാത്ത ഓർഡറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത ഓർഡർ നമുക്ക് തരുള്ളൂ. അപ്പോൾ ചിലപ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഒരു ഓർഡർ നമുക്ക് തരുന്നത്. 50 കിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. 35 കിലോ 40 കിലോ അല്ലെങ്കിൽ 50 കിലോ അങ്ങനെയൊക്കെയാണ് തരിക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു. എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് വെക്കാറുണ്ട്. ചില നമ്മൾ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ചോക്ലേറ്റ് അറിയുന്ന ആൾക്കാരൊക്കെ 1/2 കിലോ 1 കിലോ ഒക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അവർക്ക് നമ്മൾ ലൂസായിട്ട് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ കൊടുക്കാറുണ്ട്. ചെറിയ കടകളുണ്ട്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അവർ 1/2 കിലോൻ്റെ പാക്കറ്റ് വേണ്ട കടകളുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെയും നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇതിന്നൊരു മാറ്റം വേണം. നമുക്ക് എന്നും പണിയില്ല. ഓർഡർ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു, പാക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2 മാസം കഴിഞ്ഞിട്ടാണ് അവർ ഓർഡർ തരുന്നതെന്ന് വെച്ചാൽ ആ 2 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഓർഡർ കിട്ടുമ്പോൾ മാത്രമായിരുന്നു പണി ഉണ്ടായിരുന്നത്. അങ്ങനെ നമുക്കൊരു ബിസിനസ് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്നും പണി ഉണ്ടാവണം. എന്നും നമ്മുടെ ചോക്ലേറ്റുകൾ പുറത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അതിനാവശ്യക്കാരും ഉണ്ടാവണമല്ലോ. അങ്ങനെയാണല്ലോ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ ഈ കൊടുക്കുന്ന ഈ 1 കിലോ പാക്കിംഗ് ആയിട്ട് കൊടുക്കുന്ന ചോക്ലേറ്റുകൾ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ കൊടുക്കുന്ന ഗൾഫ് ചോക്ലേറ്റ്സ് കൊടുക്കുന്ന വലിയ കടകളിൽ മാത്രമാണ് ഇത് പോകുന്നത്. അപ്പം അത്രയും അങ്ങനെ ആ കടകളിൽ കയറുന്ന ആൾക്കാർ മാത്രമാണ് ഈ ചോക്ലേറ്റ് കാണാനും ചിലർ ഈ ഡിഫറെൻറ്റ് പാക്കിംഗ് കാണുമ്പോൾ, കാരണം നമ്മളൊരു കടയിൽ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ചില്ല് പാത്രങ്ങളിൽ പല കളറിലുള്ള ഇതിങ്ങനെ കുന്നുകൂട്ടി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കവറിങ് കാണുമ്പോൾ ചിലർ അങ്ങനെ വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു കടക്കാർ പറഞ്ഞു, ഞങ്ങളുടെ കടയിലെ ഏറ്റവും നല്ല ചോക്ലേറ്റ് ഇപ്പോൾ നിങ്ങളുടെ ആണെന്ന്. നമുക്ക് ക്യാഷിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട്, ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ചു പോയവർ വീണ്ടും ചോദിച്ചു വരുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കും. നമുക്കത് അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മുടെ ചോക്ലേറ്റ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ വീണ്ടും വന്ന് വാങ്ങിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പം ഞങ്ങൾക്ക് ആദ്യം തന്നെ നമുക്ക് കിട്ടിയതൊക്കെ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ. അവർ ഈ ആദ്യം കൊടുത്ത 45 കിലോ ഓർഡർ കിട്ടിയവരുണ്ടല്ലോ, അവർക്ക് പിന്നെ പാക്കിംഗ് ചേഞ്ച് ചെയ്തിട്ട് പിന്നത്തെ ഓർഡർ കൊടുത്തത് നമ്മൾ എനിക്ക് തോന്നുന്നു 60 കിലോ ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയായിരുന്നു പിന്നത്തെ ഒരു ഓർഡർ കിട്ടിയത്. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ്. അത് ക്രിസ്മസ് സമയത്താണ്, ക്രിസ്മസ് ന്യൂ ഇയർ ആ സമയത്ത്. അപ്പോൾ അവർ കുറച്ച് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പാക്കിംഗ് ആണ് കൊടുത്തത്.
അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ പൈസയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട് എപ്പോഴും പോകുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പണിക്കാരും ഒക്കെ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളുടെ കടയിലുള്ളതിൽ ഏറ്റവും നല്ല ചോക്ലേറ്റ് നിങ്ങളുടെയാണെന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കര സന്തോഷം അത് കേട്ടപ്പോൾ അല്ലേ. അത് പറഞ്ഞു. പിന്നെ അവരുടെയാണ് അഭിപ്രായം. ചിലർ ഈ ഇന്നലെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി അക്കാഡിയോ ചോക്ലേറ്റ് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ നമുക്കിത് ഞാൻ പറഞ്ഞില്ല, ഓർഡർ കിട്ടുമ്പോൾ മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തൊരു നെക്സ്റ്റ് ലെവൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് 10 രൂപയുടെ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് കേട്ടോ. പിന്നെ ഹസ്ബൻഡിന് ഓൾറെഡി പലചരക്ക് കട ബിസിനസ് ആയിരുന്നതുകൊണ്ട് ആൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഈ 10 രൂപയുടെ കൊടുക്കുമ്പോൾ നമുക്ക് സകല കടകളിലും കൊടുക്കാം. പലചരക്ക് കട ആയിക്കോട്ടെ, മെഡിക്കൽ സ്റ്റോർ ആയിക്കോട്ടെ, ബേക്കറി ആയിക്കോട്ടെ, പിന്നെ ഈ ചായക്കടകളായിക്കോട്ടെ, ചോക്ലേറ്റ് ഏത് കടയിലും ഉണ്ടാവുമല്ലോ, അതുപോലെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഡയറി മിൽക്ക് ചോദിച്ചാൽ ഒട്ടുമിക്ക കടകളിൽ നമുക്ക് ഡയറി മിൽക്ക് കിട്ടും. അതുപോലെയുള്ള ആ ഒരു ഇതാണ് നമ്മൾ ചിന്തിച്ചത്. അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ കുറച്ച് മാസങ്ങൾ ഈ ഓർഡറുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നോക്കിയത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നോക്കിയപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മോൾഡായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് മോൾഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് അറിഞ്ഞു. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അങ്ങനെ ഞങ്ങളുടെ ഇതിലുണ്ടാക്കിയതാണ്. MJ അക്കാഡിയോ എന്ന പേരിലാണ് ഞങ്ങൾ മോൾഡുകൾ അടിച്ചത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ മോൾഡാണ് ഇത്. കണ്ടോ, MJ അക്കാഡിയോ എന്ന പേരിലാണ് നമ്മൾ ഈ ഒരു മോൾഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചത് പല കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇപ്പം പാക്ക് ചെയ്യുന്ന ഈ ചോക്ലേറ്റ് പോലെ തന്നെ പാക്ക് ചെയ്യാനായിട്ട് പറ്റണം അല്ലേ. നമ്മൾ കൈകൊണ്ടാണല്ലോ വീട്ടിൽ പാക്ക് ചെയ്യുന്നത്. നമുക്ക് പണിക്കാരില്ല, മെഷീൻസ് ഇല്ല പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റണം. നമ്മൾ കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒക്കെ ഹാൻഡ് മെയ്ഡും ഹോം മെയ്ഡും ആയിട്ടാണ് നമ്മൾ ചോക്ലേറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് തിരഞ്ഞെടുത്തത്. ഇതുണ്ടാക്കി തരുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് പറഞ്ഞ് നമ്മുടെ പേരിൽ ഉണ്ടാക്കിയെടുത്തതാണ് MJ അക്കാഡിയോ പ്രീമിയം. ഇതിൽ MJ അക്കാഡിയോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചോക്ലേറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ മോൾഡുകൾ അടിച്ചെടുത്തു. ഇത് കുറച്ചധികം, നമ്മൾ 200 എണ്ണമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കേട്ടോ ഈ ഒരു മോൾഡിൽ. പിന്നെ നമുക്ക് വേണ്ടത് ബോക്സാണ്. ബോക്സിലാക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബോക്സ് ആക്കി എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ മോൾഡ് റെഡിയാക്കി, അതുപോലെ തന്നെ ഇത് അടക്കി വെക്കാനായിട്ട് ബോക്സ് റെഡിയാക്കി. ഒരു ബോക്സ് വേണം. അപ്പോൾ ഈ ബോക്സിലും ഇതുപോലെ നമ്മളൊരു ഡിസൈൻ ചെയ്ത് ബോക്സ് ഒക്കെ വെച്ച്, പിന്നെ അതിൻ്റെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ സ്റ്റിക്കറിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത്, ആ ഒരു കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇൻഗ്രീഡിയൻസ്, സ്റ്റോറേജ് കണ്ടീഷൻസ്, ന്യൂട്രീഷണൽ വാല്യൂ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലെ MRP, ബാച്ച് നമ്പർ, നെറ്റ് വെയിറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ്, ബെസ്റ്റ് ബിഫോർ, മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാരുടെ കസ്റ്റമർ കെയർ നമ്പർ, FSSIയുടെ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബാർകോഡും കൂടി കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. അങ്ങനെ കൊടുത്ത് നമ്മൾ ബോക്സൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നു. നമ്മൾ ആദ്യം മോൾഡ് റെഡിയാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാഷ്യൂ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ചോക്ലേറ്റ് പ്രീമിയം ചോക്ലേറ്റ് കാഷ്യൂ ആയിരുന്നു. അതിന് പാക്കിങ് റെഡിയാക്കി. ഈ ഒരു ചോക്ലേറ്റ് പാക്ക് ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും പാക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സ്ലീവ് ഇതുപോലെ വീതിക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ വലിപ്പം ഈ ഒരു മോൾഡ് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നീളവും വീതിയും അതിൻ്റെ തിക്നെസ്സൊക്കെ എങ്ങനെയാണെന്നുള്ളത് അളന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനും എത്ര ഇത് വേണം എന്നുള്ളത് റെഡിയാക്കി തരും. ഇതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അതിങ്ങനെ ഒട്ടിക്കുന്ന സംഭവമാണ് കേട്ടോ. സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് ഇല്ല എൻ്റെ അടുത്ത്, കഴിഞ്ഞു. ഇതിപ്പോൾ മാറ്റിയില്ല നമ്മൾ. ഇതെങ്ങനെ അതിനും ഈ ഓരോ ഡയറി മിൽക്ക് ഒരു ചോക്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പാക്കിങ്. ഇത് ഒരെണ്ണം 10 രൂപ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരെണ്ണം 10 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ വ്ളോഗുകൾ ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു ചോക്ലേറ്റ് ബിസിനസ്സിനെ പറ്റി വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ കാണിച്ചു തരുന്നത് കണ്ടോ. അങ്ങനെ നമ്മൾ ഇതാ ഇതുപോലെയാണ് ചോക്ലേറ്റുകൾ ഉണ്ടാക്കി ഈ ബോക്സിൽ ഫുള്ളാക്കി വെക്കിയതിൽ 51-52 പീസ് ഇതിൽ കൊള്ളും. അതിൻ്റെ റേറ്റ് ഇട്ടിട്ടാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് എല്ലാ കടകളിലും കൊടുക്കാം. എല്ലാ കടകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേക്കറികളായിക്കോട്ടെ, പലചരക്ക് കടകളായിക്കോട്ടെ, ചായക്കടകളായിക്കോട്ടെ, മെഡിക്കൽ സ്റ്റോറുകളായിക്കോട്ടെ,
എല്ലായിടത്തും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ചോക്ലേറ്റിന് ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചു. ചെറിയ ചോക്ലേറ്റുകൾ KG ആയിട്ട് 1 കിലോ ഇത്ര രൂപ എന്നുള്ള ഇതായിട്ട് ചെറിയ ചോക്ലേറ്റുകളും, പിന്നെ ഇതുപോലെ ഒരു ബോക്സിലാക്കി നമുക്കിപ്പോൾ കടയിൽ പോയാൽ 10 റുപ്യക്ക് ഒരു ചോക്ലേറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാനുമായിട്ട് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ ബോക്സുകളിലാക്കിയ നമ്മുടെ ചോക്ലേറ്റ് നമ്മൾ എങ്ങനെയാണ് കടകളിൽ എത്തിച്ചതെന്നും, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പാക്കിൽ നിന്നും അടുത്തൊരു ചുവട് മെഷീൻ പാക്കിങ്ങിലേക്ക് മാറിയതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.